ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഈവനിങ് സ്നാക്കായിട്ട് വന്നിരിക്കുന്നത് ചേമ്പപ്പം, ചേമ്പില്ലാത്ത ചേമ്പപ്പാണ്. അതിനായിട്ട് മൈദപ്പൊടി, ഗോതമ്പ് പൊടി, ഏലക്ക, പഞ്ചസാര പൊടിച്ചത്, ഒരു മുട്ട, പിന്നെ തേങ്ങാപ്പാൽ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദപ്പൊടിയാണ്. ആ സെയിം കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതും, ഒരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി ചേർക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് എനിക്കൊരു നൊസ്റ്റോ ഐറ്റമാണ്. പണ്ടൊക്കെ എൻ്റെ ഉമ്മച്ചി എനിക്ക് കൂടുതൽ ഉണ്ടാക്കി തന്നിരുന്നൊരു ഐറ്റമാണ്. ഇപ്പം അങ്ങനെ കിട്ടാറൊന്നുമില്ല, ഉമ്മച്ചിക്ക് വയ്യാണ്ടൊക്കെ ആയിരിക്കണോണ്ട് ഇപ്പം ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടൽ കുറവാണ്. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേ ഉണ്ടാക്കി വെക്കുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പം മാവ് കലക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അത് പൊങ്ങി കഴിയുമ്പോഴേ പൊരിക്കാൻ എളുപ്പമാണല്ലോ. അപ്പോൾ അത് ഈ ഒരു പാകത്തിനാണ് കേട്ടോ മാവ് എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഒരാളെ കാണിച്ചു തരാം. അപ്പുറത്തെ വീട്ടിലെ ആടാ. ഞാൻ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ അവൻ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കും ജനലിലൂടെ. അപ്പോൾ നമുക്ക് മാവ് എടുത്തിട്ട് ഒരു 1.5 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പൊരിക്കാം കേട്ടോ. ഇങ്ങനെ സ്പൂണിൽ കുറച്ച് കോരി ഒഴിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. 1.5 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി സോഫ്റ്റായിട്ട് മാവ് വരും. 1.5 മണിക്കൂർ ഏറ്റവും മിനിമം. അപ്പോൾ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ചേമ്പപ്പാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചേമ്പപ്പം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ചേമ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കണമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ